ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഈ ഒരു ലാവൻഡർ ആൻഡ് പിങ്ക് ഷെയ്ഡുള്ള സാരി വെച്ചിട്ട് പിൻ കൊസവൺ ഡ്രേപ്പാണ് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ സാരിയുടെ ഇന്നർ പാർട്ട് എടുക്കുക. എന്നിട്ട് അത് നമ്മുടെ സാരിയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് പ്ലീറ്റ്സ് ആയിട്ട് എടുക്കുക. നോർമൽ സാരി ആണെങ്കിൽ ഒരു 5-6 പ്ലീറ്റ്സ് എടുത്താൽ മതി. ഇതിൻ്റെ ബ്ലൗസ് പീസ് കട്ട് ചെയ്യാത്തതുകൊണ്ട് ഇതിന് നല്ല നീളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം പ്ലീറ്റ്സ് എടുക്കുന്നുണ്ട്. പിന്നെ സാരി ഒതുങ്ങി കിടക്കുന്നതായതുകൊണ്ട് ബൾക്കി ആയിട്ട് തോന്നില്ല. അപ്പം നന്നായിട്ട് ആദ്യം തന്നെ താഴത്തെ പ്ലീറ്റ്സ് ആണ് എടുക്കുന്നത്. അത് നന്നായിട്ട് അറേഞ്ച് ചെയ്യുക. എന്ന് വെച്ചാൽ ഈ പ്ലീറ്റ്സിലാണ് ഈ സാരിയുടെ ഒരു ഭംഗി, ഇതിൻ്റെ ഒരു ഫിനിഷിങ് വരുന്നത്. അപ്പോൾ ഈ പ്ലീറ്റ്സ് നമ്മൾ സാധാരണ ഫ്രണ്ടിൽ ഇടുന്നതിന് പകരം പുറകിലാണ്, നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് പുറകിലേക്ക് വെച്ചിട്ട് ബാക്കി ഫാബ്രിക് നമ്മുടെ ബോഡിക്ക് ചുറ്റും ചുറ്റിയെടുക്കുക. എന്നിട്ട് ആ പ്ലീറ്റ്സ് ഒന്ന് നമ്മുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പോർഷൻ ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് നമ്മുടെ അരയുടെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു നോട്ട് ചെയ്യുക. ഈ നോട്ടുമ്മലാണ് ഈ സാരി ഉള്ളത്. അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് ഈ നോട്ട് ഇടാൻ നമ്മൾ നോക്കണം. ഞാൻ വീണ്ടും പറയുന്നു, നല്ല ടൈറ്റ് ആയിരിക്കണം. ഈ നോട്ടുമ്മലാണ് സാരി. അണ്ടർസ്കേർട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ നോട്ട് നല്ല ടൈറ്റാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി പോർഷൻ പിന്നെ നമ്മുടെ പല്ലുയുടെ പോർഷനാണ്. ഇതിൻ്റെ വലിയ ബ്രോഡ് ബോർഡർ ആയതുകൊണ്ട് ഞാൻ വലിയ പ്ലീറ്റ്സ് ആണ് എടുക്കുന്നത് പല്ലുവിന് വേണ്ടിയിട്ട്. അപ്പോൾ പല്ലു പ്ലീറ്റ്സ് എടുത്തിട്ട് സാധാരണ നമ്മൾ ബോഡിക്ക് ചുറ്റും ചുറ്റിയിട്ടല്ലേ എടുക്കുന്നത് ഈ വി ഡ്രിപ്പിലൊക്കെ. പക്ഷേ ഇതിൽ നമ്മൾ നേരെ ഷോൾഡറിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ബോഡിക്ക് ചുറ്റും നമ്മൾ ചുറ്റി എടുക്കുന്നില്ല. അപ്പോൾ പ്ലീറ്റ്സ് നല്ല പോലെ എടുത്തിട്ട് ഈ സാരി ഉടുക്കാനും നല്ല ഈസി ആയിരുന്നു. അപ്പോൾ പ്ലീറ്റ്സ് എടുക്കുക. എന്നിട്ട് അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഷോൾഡറിൽ സെക്യൂർ ചെയ്യുക. പിന്നെ ഈ സാരി ഡ്രേപ്പിംഗ് ഇവിടെയുള്ള എൻ്റെ വീടിനടുത്തുള്ള തമിഴ് അമ്മമ്മമാരൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും അവരോട് പോയി ചോദിക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ തമിഴ് അത്ര വശമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല ഇത്രയും കാലമായിട്ട്. പക്ഷേ യാദൃശ്ചികമായിട്ട് ഇൻ്റർനെറ്റിൽ കണ്ടു ഈ ഒരു ഡ്രേപ്പിംഗ്. അങ്ങനെ നമ്മൾ പ്ലീറ്റ്സ് സെക്യൂർ ചെയ്തതിന് ശേഷം ബാക്കി നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഫാബ്രിക്കില്ലേ, അതിനെ നേരെ പുറകിലോട്ട് കൊണ്ടുപോയിട്ട് ആ പുറകിലത്തെ പ്ലീറ്റ്സിൻ്റെ അടിയിൽ കൂടെ നന്നായിട്ട് ടൈറ്റായിട്ട് ടക്കിൻ ചെയ്യുക. നല്ല ടൈറ്റായിരിക്കണം, അല്ലെങ്കിൽ സാരി ലൂസായി ഇളകി പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ആ പുറകിലത്തെ പ്ലീറ്റ്സ് നന്നായിട്ട് ഒന്ന് വിടർത്തി വയ്ക്കുക. അപ്പോൾ നമ്മുടെ സാരി ഡ്രിപ്പിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. എന്നിട്ട് ബാക്കി വരുന്ന പല്ലുയുടെ പോർഷൻ നേരെ 2ആയിട്ട് മടക്കിയിട്ട് നമ്മുടെ ഇടുപ്പിൻ്റെ അവിടെ സെക്യൂർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രേപ്പിംഗ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫങ്ഷനിലുമാണ്, നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഡ്രേപ്പിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് താഴെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പിംഗായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.